بسم الله الرحمن الرحيم. الذي أفاض على عباده النعمة وكتب على نفسه الرحمة وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله رحمة للعالمين وقدوة للعاملين بعثه للإيمان مناديا وإلى دار السلام داعيا وللخليقة هاديا ولكتابه مبينا وتاليا وبمرضاته سائيا وبالمعروف آمرا وبالمنكر ناهيا. اللهم صل على روح سيدنا محمد في الأرواح اللهم صل على جسد سيدنا محمد في الأجساد اللهم صل على قبر سيدنا محمد في القبور اللهم صل على قبر سيدنا محمد بالتراب اللهم صل على صورة سيدنا محمد بالصور اللهم صل على اسم سيدنا محمد في السماء وعلى آله وصحابه الفاضلين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله مولانا العلي العظيم. من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. الحديث قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وصحابه وأتباعه أجمعين. محمد أشرف الأوراد والأجل محمد خير من يمشي على قدمه محمد باسط المعروف جامعة محمد صاحب الإحسان والكرم طه
അർശിൻ കുറിച്ചും മതിപതിയുടെയുണ്ട് ഹസനത്ത് ഉലകത്തിലുറച്ചത് അർശിൻ കുറിച്ചും മതിപതിയുടെയുണ്ട് ഹസനത്ത് ഉലകത്തിലുറച്ചത് റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, കർമ്മോത്സുകരായ ദീനിന്റെ പ്രവർത്തക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരി സഹോദരങ്ങളെ, രക്ഷകർത്താക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ചുറ്റാവായ പടച്ച തമ്പുരാൻ ഈ അനുഗ്രഹീത വേദിയിൽ ഒരുമിച്ച് കൂട്ടിയ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖിലും അല്ലാഹു വിജയം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരും ഓരോ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സൃഷ്ടാവായ റബ്ബ് നമ്മിൽ നിന്നതെല്ലാം മാറ്റിത്തരികയും സ്വസ്ഥതയും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നയിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ വേദിയെ സഹായിക്കുന്ന, ഈ പ്രവർത്തനത്തെ ഇഷ്ടപ്പെടുന്ന മുഴുവൻ പേർക്കും അല്ലാഹു ജീവിതത്തിലുടനീളം ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രവാചക പ്രണയവും പുണ്യശലാത്തും എന്ന വിഷയമാണ് ഇന്നത്തെ മജ്‌ലിസിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അല്ലാഹു കാര്യങ്ങൾ യഥാവിധി പഠിക്കുവാനും മനസ്സിലാക്കുവാനും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ സംഗമിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന, നബിതങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു സ്വഹാബിയാണ് മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉറക്കിലും ഊണിലും സഹകരിച്ചിരുന്ന റബീഅ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന സഹാബികളിൽ ഏറ്റവും പ്രധാനിയായിരുന്നു റബീഅ റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാ സമയത്ത് ഉറക്കമുണർന്നുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി ഒളിവെടുക്കാൻ വെള്ളമന്വേഷിക്കുമ്പോൾ റബീഅ റളിയല്ലാഹു തആല അൻഹു ഒരു പാത്രത്തിൽ വെള്ളവുമായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ സ്നേഹം കണ്ടപ്പോൾ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഉറക്കം പോലും മാറ്റിവെച്ചുകൊണ്ട് തന്റെ ആവശ്യം നിർവഹിച്ചു തരുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന റബീഅ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ സ്നേഹത്തിന് പകരം നിനക്ക് എന്താണ് ആവശ്യമുള്ളത്? എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, എന്നെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന റബീഅ, ഇതിന് പകരം നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു തആല അൻഹ ആശങ്കകളൊന്നും കൂടാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ ആവശ്യം അറിയിക്കുകയാണ്.
നമുക്കങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ എന്താണ് അള്ളാഹുവിനോട് ആദ്യം ചോദിക്കുന്നത്? എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നമുക്കങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ എന്ത് അള്ളാഹുവിനോട് ആദ്യം ചോദിക്കും? മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാര് ചില ആവേശം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ താരങ്ങളൊക്കെ വന്നിട്ട് അപ്പോ പെട്ടെന്ന് തന്നെ നമ്മള് ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ആദ്യം ചോദിക്കും ലോകകപ്പ് ഇന്ത്യക്ക് കിട്ടണം, ലോകകപ്പ് ഇന്ത്യക്ക് കിട്ടണം എന്ന് ചില ചെറുപ്പക്കാർ പറയും. ബ്രസീലിനും അർജന്റീനയ്ക്കും വേണ്ടി വാപ്പായവരെ കൊലക്കി കൊടുത്തു അവസാനം എന്റെ പ്രിയമുള്ളവരെ ആകെ വേദനയോടുകൂടി വീട്ടിന്റെ അകത്ത് നിരാശയോടുകൂടി പുറത്തിറങ്ങാൻ കഴിയാതെ കഴിഞ്ഞുപോയവർ പെട്ടെന്ന് അങ്ങനെ ഒരു ആവശ്യം നടക്കണമെന്ന് പറയുമ്പോ നമ്മൾ ചോദിക്കുന്നത് ഇതൊക്കെയായി. അപ്പോ അഞ്ചാലമൂടിലുള്ള സഹോദരിമാർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണ്, നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാം എന്ന് പറയുന്ന ഒരു അവസരം കിട്ടിയാൽ നമ്മുടെ സഹോദരിമാർ എന്ത് പറയും? ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിന് എങ്ങനെയെങ്കിലും അവിടെ കൊണ്ട് കഷ്ടപ്പെടാതെ തിരിച്ചു വന്നിട്ട് സാറേ എനിക്ക് ആ ഡീൽ ഓർ നോ ഡീൽ 50 ലക്ഷത്തിന്റെ പെട്ടി ഇനി കിട്ടിയിരുന്നെങ്കിൽ പിന്നെ വേറൊന്നും ആശങ്കപ്പെടാനില്ലല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് അതിനകത്തുനിന്ന് പണമെടുക്കുന്നു ചെലവാക്കുന്നു. അതായിരിക്കും ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു നേതാവ് ചോദിച്ച ചോദ്യമല്ല, ഏതെങ്കിലും ഒരു പള്ളിയിലെ ഉസ്താദ് ചോദിച്ച ചോദ്യമല്ല, എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് ഉറപ്പുള്ള തങ്ങളുടെ മുഖത്ത് നോക്കിവിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് അസ്അലുക മുറാഫഖത ഫിൽ ജന്ന. നബിയേ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് എനിക്കുണ്ട് നബിയേ, ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും എനിക്കുണ്ട് തങ്ങളോ, എന്നാൽ അതൊന്നും ഞാൻ ഈ അവസരത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്ത് വേറെ ആരോടും ചോദിക്കാത്ത ഒരു ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ നബിയേ എന്ത് ചോദിച്ചാലും അവിടുന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം സമർപ്പിക്കുന്ന പ്രവാചകൻ, തന്നെ ആര് ഇഷ്ടപ്പെടുന്നവോ, തന്നെ ആര് പ്രേമിക്കുന്നവോ, തന്നെ ആര് സ്നേഹിക്കുന്നുവോ അവർക്ക് എല്ലാം മാറിപ്പോയി കൊടുത്തിട്ടുള്ള നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബീഅ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചതെന്തെന്നറിയോ? അസ്അലുക മുറാഫഖത ഫിൽ ജന്ന. നബിയോ നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കണമെന്ന കൊതിയുണ്ട് നബിയോ, നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കഴിയണമെന്ന ആശയുണ്ട് നബിയോ, അവിടുത്തെ കൂടെ സ്വർഗത്തിൽ ജീവിക്കണമെന്നുള്ള വല്ലാത്ത കൊതിയുണ്ട് നബിയോ. അത് മാത്രം മതി. അങ്ങയോടുള്ള സ്നേഹത്തിന് പകരമായി, അങ്ങയുടെ ഹാദിമാലത്തിന് പകരമായി, അങ്ങോട്ട് ചെയ്യുന്ന ശോഭനത്തിന് പകരമായി നബിയോ എനിക്കത് മാത്രം മതി നബിയോ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ട് പഠിച്ചിരുന്നു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചോദിക്കും എന്ന് വിചാരിച്ചു. അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വേറെ വല്ലതും ചോദിച്ചുകൂടെ? ഇത് തന്നെ നിനക്ക് വേണം, നിനക്ക് വേറെ വല്ലതും ചോദിച്ചുകൂടെ? റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങയോടുള്ള സ്നേഹത്തിന് പകരം എന്ത് വേണമെന്നാണ് എന്നോട് ചോദിച്ചത്. എന്തെങ്കിലും ഞാൻ ആവശ്യപ്പെടുന്നെങ്കിൽ എനിക്കിത് മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് അതാണെങ്കിലും അത് വേറെ ഒന്നും എനിക്ക് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ആ ആഗ്രഹം നിനക്ക് ഞാൻ നടത്തിത്തരാൻ അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യാം. അതോടൊപ്പം അത് നടക്കണമെങ്കിൽ ഒരു വിഷയത്തിൽ നീ എന്നെ ഒന്ന് സഹായിക്കുകയോട് ചെയ്യണം, എങ്കിലേ പറ്റുള്ളൂ. നമ്മുടെ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിലിരിക്കണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? എന്നാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്തു കൊടുക്കണം. റബീഅ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് 9:15 പറഞ്ഞു. അതും പറഞ്ഞ് ആ കാര്യം നേടാൻ വേണ്ടി ദുആ ചെയ്തായിരിക്കും നമ്മൾ പിരിയുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പിടിച്ചിരുത്താൻ പറ്റും. ഇപ്പൊ എല്ലാം അങ്ങനെയാണ്. ദാത്തമാരിങ്ങനെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കഴുത്തിൽ ഇങ്ങനെ കുരുക്കിട്ട് അല്ലോ ഗ്ലോറിയ വീണടി ഗ്ലോറിയ
ഇനി അടുത്ത ആഴ്ച അറിയാം മരിച്ച ജീവനുണ്ടോ, പോസ്റ്റ്മോർട്ടം നടത്തോ, കുഴിച്ചിടോ, കത്തിക്കോ എന്നൊക്കെ അടുത്ത ആഴ്ച അറിയാം. അപ്പൊ അതുവരെ ആകെ ടെൻഷൻ അടിച്ച് അത് കണക്കാ. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅ റളിയല്ലാഹു അൻഹുവിനെ തന്റെ കൂടെ സ്വർഗ്ഗത്തിലിരിക്കണമെങ്കിൽ ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് പറയണം, ആ സഹായം നമ്മൾ ചെയ്യണം. അങ്ങനെ തന്നെ സ്വർഗ്ഗത്തിൽ വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് 3 കാര്യം ജീവിതത്തിൽ ആർക്കുണ്ടോ അവർക്ക് ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്നതാണ്. അങ്ങനെ മാധുര്യം ലഭിച്ചതുകൊണ്ടാണ് ഹുദൈബ റളിയല്ലാഹു അൻഹു അവസാനം നിസ്കാരം ആവശ്യപ്പെട്ടത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മണവറയുടെ പ്രഥമ രാത്രിയുടെ പ്രഥമ സന്ദർഭങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ എന്റെ ഭർത്താവിനോട് സമയം ചോദിച്ചതെല്ലാം അതുകൊണ്ടാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അത് ഒന്നാമത്തെ എന്തെന്നറിയോ? അനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും ഇതിനെക്കാളും എന്തിനെക്കാളും എനിക്കും നിങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ടതാവുക. 2 കാര്യം ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറയാം. രണ്ടാമത്തത്, ആരെയെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഷ്ടപ്പെടുക. 3, വിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ കനൽക്കട്ടയിൽ നിങ്ങളെ വലിച്ചെറിയപ്പെടുന്ന പോലെ മനസ്സിന്റെ കത്ത് വേദനയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇസ്ലാമിനെ ഇഷ്ടപ്പെടുക. ഈ 3 കാര്യത്തിൽ ഒന്നാമത്തേതാണ് നമ്മുടെ ചർച്ച. അതാണ് ഇന്നത്തെ വിഷയത്തിലുള്ളത്. അനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാ. അല്ലാഹുവും അവന്റെ റസൂലും എന്തിനെക്കാളും നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവുക. അല്ലാഹുവും അവന്റെ റസൂലും നമുക്ക് നമ്മുടെ കുടുംബത്തെക്കാളും നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരെക്കാളുമെല്ലാം നമ്മുടെ മനസ്സിന്റെ കൊണ്ട് ഏറ്റവും ഇഷ്ടമുള്ളതായ ഈമാനിന്റെ മാധുര്യം നമ്മൾ അറിയുന്നതാണ്. നിസ്കാരത്തിന്റെ രുചി നമ്മൾ അറിയുന്നതാണ്. സ്വതക്കയുടെ രുചി നമ്മൾ അറിയുന്നതാണ്. വിവാദത്തിന്റെ മഹിമയും മാധുര്യവും പുണ്യവും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇഷ്ടപ്പെടണം പടച്ചറബിനെ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം. അതുകൊണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഈ സരസ്വരന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട് വ്യക്തമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൃത്യമായി നമസ്കാരത്തിലൂടെ പടച്ചറബിനെ ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ താല്പര്യം കാണിക്കുന്നുവെങ്കിൽ നമസ്കാരം അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ നമ്മുടെ അമലാണ്, നമ്മുടെ കടമയാണ്, നമ്മുടെ കർത്തവ്യമാണ്. അത് കൃത്യമായി നിർവഹിച്ചേ പറ്റൂ. അതിനു പുറമെ അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുന്നതിന്, അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുന്നതിന്, സാധുക്കളെ സഹായിക്കുന്നത് പോലെയുള്ള, പാവപ്പെട്ടവർക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് പോലെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ പോലെയുള്ള ആഘാതപരമായ ചെറിയ ചെറിയ കാര്യങ്ങളല്ലാണ്ട് ഹബീബിനോടുള്ള സ്നേഹം പോലെ അല്ലാഹുവിനെ ഏറ്റവുമധികം പ്രീതി സമ്പാദിക്കുന്നതിന് കൊണ്ട് നിസ്കാരത്തിന് പുറമേ ബാക്കിയുള്ള അമാലുകൾ അതിന്റെ കൂടെ പടച്ചറബിന്റെ പൊരുത്തത്തിന് വേണ്ടി വർദ്ധിക്കണം. അല്ലാതെ 5 വർഷത്തെ നിസ്കാരം കൊണ്ട് മാത്രം അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാനെന്ന് കരുതണ്ട. അല്ലാഹുവിന്റെ ഇഷ്ടം നമ്മൾ അങ്ങനെ നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ നേടേണ്ടത് അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടമാണ്, സ്നേഹമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രീതിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. എത്രയോ ദുർഗാ മജ്‌ലിസുകളുണ്ടല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടിക്കൊണ്ട് നടക്കുന്ന ഘോഷയാത്രകൾ എത്ര ഭംഗിയാണ് കാണാൻ. അതുപോലെ അതിരുകടന്നു പോയെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ആ രീതിയിലൂടെ സമയം ചെലവഴിക്കാറ്. മദീനയുടെ പറവകൾ പോലും പൊട്ടിക്കറിയുന്ന രീതിയിൽ മദീനയുടെ മനോഹരികൾ പോലും നിനക്ക് വേണ്ടി സ്വലാത്ത് കൊള്ളുന്ന, നിനക്ക് വേണ്ടി ദ്വാരക്കുന്ന വേളയിൽ അതിനുവേണ്ടി അവരെ ഒരുക്കിയെടുക്കുന്ന രീതിയിലാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നീ പ്രകടമാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഹറാമിയത്തില്ലാത്ത, അതിരുകടക്കലില്ലാത്ത പ്രത്യേകമായ ഒരു ഇസ്സത്തുള്ള പ്രണയത്തിന് വേണ്ടി, പ്രേമത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി വരണം. അവൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണല്ലോ നാളെ ഇവിടെ നടക്കുന്ന ദുർഗാ മജ്‌ലിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നേതൃത്വം കൊടുക്കുന്ന മഖ്ദൂമിയ വിദ്യാർത്ഥികൾ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിദ്യാർത്ഥികൾ വന്ന് അൽഹംദുലില്ലാഹ് അൻസാറുകളുടെ വേദിയിൽ കാണാൻ
നിന്നാണ്. അങ്ങനെയുള്ള മജ്‌ലിസിൽ വന്നിരുന്ന് കരഞ്ഞ് കണ്ണീരോടെ സ്വലാത്ത് ചൊല്ലി മദീനക്ക് വേണ്ടി കാണാനും കേൾക്കാനും ദ്വാരം ഇവിടെ നിന്ന് പിരിഞ്ഞാൽ അതാണ് യഥാർത്ഥ ഒരു പ്രവാചകനോടുള്ള മഹബത്തിന്റെ അനുരാഗത്തിന്റെ പെരുമഴയായിട്ട് പെയ്തിറങ്ങുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന ഹജ്ജിനോടൊപ്പം അറഫാ മൈതാനിൽ നിന്നുകൊണ്ട് ഏറ്റവും അധികം ദ്വാരന്നത് എന്തെന്നറിയോ? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി, എന്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണോ അല്ലാഹ്, എന്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണോ അല്ലാഹ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അപ്പോ ആ ദുആ ചെയ്ത ആളിന് ആ ദുആ ചെയ്തതിന് പകരം എത്ര കോടി രൂപ നമ്മൾ കൊടുത്താൽ മതിയാകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്തിന് നമ്മൾ പ്രവാചകനെ ഇഷ്ടപ്പെടണം? അള്ളാന്റെ ഹബീബിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടില്ലേ? ഏറ്റവും അധികം 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ട് ആ പ്രവാചകന്മാരിൽ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമാരോടായിരുന്നു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിരുന്നു. ആദം, ഇദ്രീസ്, നൂഹ്, ഹൂദ്, നബി സാലിഹ്, ലൂത്ത്, ഇബ്രാഹിം, സന്തതികൾ ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, ജുംബൻ, പവിഴമ്പുലഴകിന മറസനം തിരിയിച്ചവർ, അണികളിൽ വിളസിടും നബി അയ്യുതവർ, സുറുമൻ മറു നബിയും മൂസ, ഊദും നബിയും യാസൂബ്, യൂനുസ്, സക്കരിയ, ദാവൂദ്, യഹ്യ, ഈസ, മുഹമ്മദ് നബിയുള്ള അംബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ ലോകത്തോട്ട് പറഞ്ഞുവിട്ട പറച്ചവന്മാർ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടവരാരാ? നമ്മുടെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണല്ലോ. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹുവിന്റെ അടുത്തേക്ക് പടച്ചുറപ്പ് കൊണ്ടുപോകുന്നത്. അല്ലാഹു എങ്ങനെയാണോ അങ്ങനെ ആ പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് പോയിരുന്നുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുപോ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു ഹബീബ് എന്ന് വിളിച്ച എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനെന്ന് അല്ലാഹു വിളിച്ച നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ തബാറകനാ ഹൗലഹു നുരിയഹു ആയാതിനാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിനുള്ള മഹബത്ത് ഒരുപാട് വിശദീകരിക്കുമ്പോൾ മിഅ്റാജ് സ്വപ്നമെന്ന് പറയുന്ന മടയന്മാരെ, ഇസ്റാ സ്വപ്നമെന്ന് പറയുന്ന മടയന്മാരെ, എന്താ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്? ഇസ്റാ മിഅ്റാജ് ഒരു സ്വപ്നത്തിലൂടെ നടത്താൻ വേണ്ടി മാത്രം അത്ര ചെറുതാണോ നമ്മുടെ നബിതങ്ങൾ? ഗൗരവത്തോടെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു പ്രവാചകനും കൊടുക്കാത്ത സ്നേഹം അല്ലാഹുവിന്റെ ഹബീബിന്റെ പടച്ചുറപ്പറ തന്റെ ഇരിപ്പിടത്തിലേക്ക് അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തതാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് നബിതങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താ? വറഫഅനാ ലക ദിക്റക നബിയോ, നിങ്ങളുടെ നാമം, നിങ്ങളുടെ പേര് നാം ഉയർത്തിയിരിക്കുകയാണ്. എവിടെയും എപ്പോഴും. ഇപ്പോ 5-ാം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പള്ളിക്കകത്ത് ബാങ്ക് മുഴങ്ങുമ്പോൾ 6-ാലും മൂടി ബാങ്ക് കഴിയുമ്പോൾ 6-ാലും മൂട് അടുത്ത ബാങ്ക് കൂടാം. 6-ാലും മൂടത്തെ ബാങ്ക് കഴിയുമ്പോൾ 7-ാലും മൂട് ബാങ്ക് കൂടാം. നമ്മൾ കരുതി 7-ാലും മൂട് മുമ്പിലുള്ള ഒരു സ്ഥലം, വെറുതെ പറയാ. അപ്പൊ എവിടെയെങ്കിലും കാണും ഒരു 7-ാലും മൂട് 8-ാലും മൂട്. അവിടെ ഇങ്ങനെ ഓരോ നാട്ടിങ്ങനെ ബാങ്ക് വിളി നടന്നുകൊണ്ടിരിക്കും, നിൽക്കൂല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. ചില ആൾക്കാർ പറയും ഈ സ്വലാത്തും ബുറുദയും മൗലിദൊക്കെ മൗലിയാമാരെ വയറ് വളർത്താൻ വേണ്ടി വെച്ചിരിക്കുന്നതാ. നിങ്ങളിതെല്ലാം അങ്ങ് നിർത്തി നോക്കിയേ, ഈ വയറ് വളരുമില്ല നമ്മളൊന്ന് നോക്കട്ടെ. ഇതെങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്ന മൗലിയാക്കന്മാർ. കാരണം എന്താണെന്നറിയോ? ഉസ്താദന്മാർക്ക് അങ്ങനെ കൊടുത്തതിന്റെ കാരണം നിങ്ങൾക്കറിയോ? അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയണമെങ്കിൽ പറയത്തോടെ മഖ്ദൂമിയിലും നിങ്ങൾ പോയാൽ മതി. ചെറിയ ആറ്റിങ്ങൽ മഖ്ദൂമിയിലൊന്ന് പോയാൽ അറിയാം. കാരണം എന്താണെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുളിക്കാൻ വെള്ളം തികയുന്നില്ല, കുടിക്കാൻ വെള്ളം തികയുന്നില്ല, ഭക്ഷണം പോലും തികയുന്നില്ല. ആ രീതിയിൽ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിച്ചിറങ്ങുമ്പോൾ അള്ള വിചാരിക്കും കുറെ നാൾ കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഇനി അവർക്ക് ഇത്തിരി വയറ് വളർത്തി കൊടുക്കാം. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പണ്ഡിതന്മാരെ പട്ടിണിക്കിടാൻ വേണ്ടി നിങ്ങൾ ആരും മലയാളം പുസ്തകം അടിച്ചിറക്കി തളരണ്ട. അവർക്ക് അല്ലാഹു കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും. പിന്നെ എന്റെ പ്രിയമുള്ളവരെ, പട്ടിണിയായി പോകുന്നതാരാണ്? എത്രയോ മഖാമുകളിൽ, പള്ളിപ്പറമ്പുകളിൽ ഒരു സലാം പോലും പറയാനാളില്ലാതെ, ഒരു ഫാത്തിഹ പോലും ഓതാനാളില്ലാത്ത മക്കളായിരിക്കുന്ന കുടുംബത്തിൽപ്പെട്ടവർ യാമൽ ലബിസൂ ലിബാസനാ, നമ്മുടെ വസ്ത്രം ധരിച്ചു പോറ മക്കളെ, യാമൻ സക്കനോ ബിലൂതനാ, നമ്മുടെ വീടിന്റെ അകത്ത് താമസിച്ചു പോറ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് മരണപ്പെട്ടു പോറവരുടെ റൂഹുകൾ നമ്മുടെ വീടിന്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ മകൻ അവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്നു. ഏത് ഖുർആൻ ക്ലാസ് ആണ്? തലമറക്കാറോ 10-17 വയസ്സായ പെൺകുട്ടികൾക്ക് ചൂരലും കൊണ്ട് കറങ്ങി നടന്നുകൊണ്ടുള്ള ഖുർആൻ ക്ലാസ് ആണ്. ഇത് കാണുമ്പോ മരിച്ചുപോറ വാപ്പാക്കൊരു വാസിയോറാ നേരമില്ലാറോ, മരിച്ചുപോറ ഉമ്മാക്കൊരു വാപ്പിയോറാ നേരമില്ലാറോ. ലോകത്ത് പിന്നെ എന്ത് നീനാണ് എന്റെ പ്രിയമുള്ള മുസ്ലിം നാമരാളുകളെ നിങ്ങൾ പഠിപ്പിക്കുന്നത്? എത്രയോ കബറുകൾ അങ്ങനെ കിടക്കുന്നുണ്ട്. ഒരാള് പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ, ഒരാള് പോലും സലാം പറയാനില്ലാതെ എത്രയോ കബറുകൾ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇന്ന് മക്കൾക്ക് വാപ്പ മരിച്ചാലെന്താണ്, ഉമ്മ മരിച്ചാലെന്താണ്, യാതൊരുവിധ ശ്രദ്ധയുമില്ല. പിന്നെ ആകെ മരിക്കാൻ കിടക്കുമ്പോഴാണ് മക്കൾ വരിക. 4 ഭാഗത്തു നിന്നും വരും. റാക്കിൽ നിന്ന് മോള് വരണു, കുവൈറ്റിൽ നിന്ന് മോൻ വരണു, എല്ലാരും വരണം. അനിയും വിളിച്ചു പറഞ്ഞു, കാക്ക മിക്കവാറും അസറിന് മുമ്പ് തന്നെ മിക്കവാറും ജോലി ഒങ്ങുന്ന തോന്നുന്നു. അപ്പൊ ഞാൻ 2 മണിക്ക് തന്നെ എത്തണം. ഓക്കെ. അങ്ങനെ എല്ലാരും വന്ന് പാപ്പ ഇങ്ങനെ സക്രാത്തിന്റെ ഹാലിലാണ്. കൈ പൊങ്ങണില്ല, കാല് പൊങ്ങണില്ല, നാക്ക് പൊങ്ങണില്ല. അപ്പൊ മക്കളടുത്ത് വാപ്പ, അപ്പൊ വാപ്പ ഇങ്ങനെ നോക്കി, ഇത് ആരാ വന്നത്? ഒരു മുഖപരിചയം. മോളെവിടെ ആയിരുന്നു മക്കളെ? കുറെ നാള് എനിക്ക് ബിസി അല്ലേ വാപ്പാ, മോൾക്ക് അവിടെ പോകണം, മോൻ ഇവിടെ പോകണം, ഭയങ്കര ബിസി അല്ലേ. പിന്നെ ആണെങ്കിൽ ഇക്കാണ്ട് ബിസി നിങ്ങൾക്കറിയാലോ. അപ്പൊ വാപ്പ പറയും കുഴപ്പമില്ല, ഇനി ഡാഡിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു. ഡാഡിക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു ചെയ്തു തരാൻ നിങ്ങൾ ഒരുക്കുവാണ്. പിന്നെ ഇനിയിപ്പോ ഡാഡി ഇനിയിപ്പോ വയസ്സാം കാലത്ത് കളിക്കാൻ പോകാൻ പോവല്ലേ. മരിക്കാൻ കിടക്കണ വാപ്പാക്കിന് എന്താ വേണ്ടത്? മൂത്ത മോൻ വന്നിട്ട് ചോദിക്കുന്നു, വാപ്പ ഐസ്ക്രീം വേണോ, വാപ്പ ഷവർമ വേണോ, അപ്പൊ എങ്ങനെയെങ്കിലും അത് കുത്തിക്കറ്റ് കൊല്ലാനുള്ള പരിപാടിയാ. ചിരിയേരം കൂടെ കിടന്നു പോയനെ. ഇതൊക്കെ വേണോന്നും പറഞ്ഞ് ചോദിച്ചടുത്ത് കൊണ്ടിരുന്ന വാപ്പായ സോപ്പിട്ട് അവസാനം അനിയും പറയും, ഇന്നിനിപ്പോ നോക്കണ്ട, സന്ധ്യയായി, അസ്രായേൽ പഴയതുപോലെ ഇപ്പൊ രാത്രി ഒന്നും വരവില്ല, ഇപ്പൊ നാളെ ദുഹർണം കാണാൻ നോക്കിയാ നമ്മ പോടെ. ആർക്കാ ഇപ്പൊ വാപ്പ മരിച്ചെന്ന് പറഞ്ഞ ഇത്ര സങ്കടം? എന്റെ പ്രിയമുള്ളവരെ, ഞാനും ഇവിടെ വന്നപ്പോ 2 സുഹൃത്തുക്കളാണ് പറഞ്ഞത്, വാപ്പാക്ക് സുഖമില്ല, രോഗിയാണ്, ദ്വാരക്കണം, വലിയ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ ദുആ ചെയ്യണം, എന്റെ ഉപ്പാന് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെടുന്ന 2 ഗുണക്കുട്ടന്മാരാണ്. മാതാപിതാക്കളെ പൊരുത്തത്തോടെ ജീവിക്കാൻ അല്ലാഹു സാധുക്കളായ നമുക്ക് ഭാഗ്യം തരട്ടെ. ഒരു സ്ഥലത്ത് വാപ്പ മരിച്ചപ്പോൾ വാപ്പാടെ മയ്യത്ത് പള്ളി കൊണ്ടുവന്നിട്ട് മകൻ ഉസ്താദിന്റെ റൂമിലേക്ക് കയറി. അസ്സലാമു അലൈക്കും. ഉസ്താദ് പറഞ്ഞു, വലൈക്കും അസ്സലാം. എന്താ മോനെ? ഉസ്താദെ, സാധാരണ തൽക്കീനോതി എത്ര കിട്ടും? ഉസ്താദ് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ഞാൻ പൈസക്കല്ലല്ലോ, ഇപ്പൊ വാപ്പാക്ക് വേണ്ടി ഒരു ഹദി എന്ന് പറഞ്ഞ ആരെങ്കിലും ഒക്കെ ആ മരിച്ചുപോയവരുടെ ബന്ധുക്കളോ മക്കളോ ആരെങ്കിലും 500 200 ഒക്കെ തരും, നമ്മൾ വാങ്ങും. അൽഹംദുലില്ലാഹ്. അതിപ്പോ ഏതായാലും പൊരുത്തോ, നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ വിഷമമൊന്നുമില്ല. അല്ല, അങ്ങനെ തരാതിരിക്കാനല്ല, ഞാൻ ഉസ്താദിന് ഒരു 1000 രൂപ തരാം, പക്ഷേ തൽക്കീൻ ഓതാൻ പാടില്ല. ഓതാതിരുന്നാലാണ് കാശ്. ഇതിനേക്കാളും വലിയ കൊട്ടേഷൻ ഇനി വാപ്പാക്ക് മോൻ കൊടുക്കണോ?
ഇതിനേക്കാളും വലിയൊരു സഹായം ഒരു മോന് ചെയ്യാൻ പറ്റും. ആലോചിച്ച് നോക്കിയോ, തൽക്കീൻ ഓതാതിരുന്നാൽ ഉസ്താദിന് കാശായിരം. പിന്നെയോ ഒരു മര്യാദയുമില്ല. കാക്ക ചത്തു മലന്ന് കിടക്കുമ്പോ മണ്ണ് പാമ്പ് കുടിച്ചിടുന്ന പോലെ അപാട മയ്യത്ത് കൊണ്ടുപോകുന്നതിനോടൊരു മര്യാദയും മക്കള് കാണിക്കാത്ത അവസ്ഥയാണ്. താവിന്റെ അടുത്ത് വന്ന് പറയും, ഉസ്താദേ നിങ്ങളുണ്ടെങ്കിലേ ഒരു രസമുള്ളൂ, അതുകൊണ്ട് എന്റെ വാപ്പാടെ മയ്യത്ത് ഇന്ന് വൈകുന്നേരം 5 മണിയാകുമ്പോ അടക്കണം. ഉസ്താദ് നിർബന്ധമായിട്ടും വേണം. വേറെ ആരും നമ്മളെ കുടുംബത്തിലൊന്നും ആരും വരക്കൊന്നുമില്ല. നിങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ 3-4 പേരുണ്ടെങ്കിൽ ഒരു ആകത്തല്ലേ വാപ്പ അടക്കുമ്പോ വാപ്പാക്കൊരു സന്തോഷം തോന്നുമല്ലോ. ഉസ്താദ് പറഞ്ഞടാ ഞാൻ 4 മണിയാകുമ്പോ പോകും, എനിക്കൊരു അത്യാവശ്യമാണ് വീട്ടിൽ, 4 മണിയാകുമ്പോ ചെല്ലാന്ന് പറഞ്ഞിരിക്കാം. ഉസ്താദ് അടക്കം കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റൂല. എന്നാ ഒരു കാര്യം ചെയ്യും, 3:30 ആകുമ്പോ തന്നെ നമുക്ക് അടക്കാം. നിങ്ങൾ കവറൊക്കെ റെഡിയാക്കി 3 മണിയാകുമ്പോ സാധനം ഞാൻ സൈറ്റിൽ ഇറക്കി തരാം. മദ്രസ വാർക്കാൻ സിമെന്റ് ഇറക്കണ കാര്യം പറഞ്ഞതല്ല. 4 മണിയാകുമ്പോ 3 മണിയാകുമ്പോ സാധനം സൈറ്റിൽ ഇറക്കി കൊടുക്കാന്ന് വാപ്പായ. മരിച്ചുപോയാലേ ഇപ്പൊ എന്റെയും നിങ്ങളുടെയും അടിത്തട്ടിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട മക്കൾ ഭാവിയിൽ ഇത് തന്നെ പറയും. ഏതവസ്ഥയിലല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനീ ചിട്ടകളെ, അള്ളാഹുവിന്റെ ദീനീ ചൈതന്യങ്ങളെ നമ്മുടെ മക്കളിലൂടെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമുക്കിത് തന്നെ സംഭവിക്കും. അതാണ് നബിതങ്ങൾ ഇന്നലെ പറഞ്ഞത്. ഞാനിന്നലെ ഓർമ്മപ്പെടുത്തിയ ഈ സജീവോ ഔലാദക്കും മൂന്ന് കാര്യം കൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ മര്യാദ കുട്ടന്മാരാക്കുക. അതിലൊന്നാമത്തെ എന്താ, നബിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ആ മക്കളോട് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു സ്നേഹിച്ച പ്രവാചകനല്ലേ, അള്ളാഹു ഏറ്റവും അധികം സ്നേഹിച്ചത് നമ്മുടെ നബിയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവെന്നറിയോ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനകത്ത് അള്ളാഹു മുഹമ്മദ് എന്ന പേരെടുത്ത് വിളിച്ചു പറഞ്ഞിട്ടില്ല. യാ മുഹമ്മദ്, യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന അള്ളാഹുവിന്റെ ഖുർആനിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും ഖുർആനിന്റെ അകത്ത് പേര് പറഞ്ഞിട്ടുള്ള സകല പ്രവാചകന്മാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ. സൂറത്തുൽ ബഖറയുടെ 35-ാമത്തെ ആയത്ത് പരിശോധിച്ച ഇന്ന് നമുക്ക് കാണാമല്ലോ. സൂറത്ത് ഹൂദിന്റെ 18-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോ യാ നൂഹ് എന്ന് കാണാമല്ലോ. ഹൂദിന്റെ 76-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോ സൂറത്ത് അഹ്റാഫിന്റെ 144-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോ യാ മൂസാ, സൂറത്ത് മാഇദയുടെ 110-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോ യാ ഈസാ, സൂറത്ത് ഹൂദിന്റെ 53-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോ യാ ഹൂദ്, അറാഫിന്റെ 77-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോ യാ സാലിഹ്, സൂറത്ത് സ്വാദിന്റെ 26-ാമത്തെ ആയത്ത് പരിശോധിക്കുമ്പോ യാ ദാവൂദ്. ഇങ്ങനെ എത്ര പ്രവാചകന്മാരെ ഖുർആനിന്റെ ആയത്തിന്റെ കത്തളത്തിൽ അള്ളാഹു പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹബീബിനെ കുറിച്ച് അള്ളാഹു വിളിച്ചിട്ടുണ്ടാ യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൻ നബിയ്യോ, യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. ഞാനും നിങ്ങളും ഏറ്റവും അധികം സ്നേഹമുള്ളവര് പേര് പറഞ്ഞ് വിളിക്കാൻ മനസ്സ് കാണിക്കോ. ആ പേര് പറയാൻ നമുക്ക് അനാദരവല്ലേ, ആ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത സങ്കടമല്ലേ. അള്ളാന്റെ ഹബീബിനെ അള്ളാഹു പേര് പറഞ്ഞ് വിളിച്ചിട്ടില്ല. പിന്നെ ഖുർആനിനകത്ത് 3 സ്ഥലത്ത് മുഹമ്മദ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതെന്തിനെന്നറിയോ, അത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിൽ അള്ളാന്റെ ഹബീബിന്റെ വിശാലത്തിന്റെ സാക്ഷീകരണത്തിന് വേണ്ടിയാ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് എന്ന് പറഞ്ഞത്. ഇവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ആ പറഞ്ഞതിന് ശേഷമല്ല അല്ലാഹു അല്ലദീന എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടോ. വമാ മുഹമ്മദ് ഇല്ലാ റസൂൽ എന്ന് പറയുന്ന ആയത്തിൽ നോക്കിയാൽ കാണാം മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു എന്ന ആയത്തിൽ നോക്കിയാൽ കാണാം മാകാന മുഹമ്മദൻ നബാ അഹദൻ എന്ന ആയത്തിൽ നോക്കിയാൽ കാണാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഖുർആനിന്റെ എത്ര ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടോ അത് പറഞ്ഞതിന് ശേഷമെല്ലാം അല്ലദീന ചേർത്തുകൊണ്ട് റസൂലെന്നോ നബിയെന്നോ അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം മഹബ്ബത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു കാണിച്ചു പോരെങ്കിലും പ്രിയപ്പെട്ടവരെ, നിന്റെ മനസ്സിന്റെ
കൊടുക്കാൻ പറ്റോ? അൽ മർഉ മഅമൻ അഹബ്ബ. നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരുമായിട്ടാണ് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ആരെയാണോ സ്നേഹിക്കുന്നത്, അവരുടെ കൂടെയായിരിക്കും നാളെ പരലോകത്ത് വരിക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പക്കാരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കേ. നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളിന്റെ കൂടെ സ്വർഗത്തിൽ പരലോകത്തിൽ നിങ്ങളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഒരു ചുവട് പോലും മുമ്പോട്ട് വെക്കാൻ കഴിയാതെ തളർന്ന് അവസരായി അള്ളാഹുവിന്റെ മുന്നിൽ മനുഷ്യരും ജിന്നുകളും നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്, യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂൻ. ഒരക്ഷരം പോലും സംസാരിക്കാൻ കഴിയാറോ, അള്ളാന്റെ അനുമതിയില്ലാതെ ചലിക്കാൻ കഴിയാറോ, മല പോലും മനുഷ്യരുമല്ല. അള്ളാന്റെ കോടതിയുടെ സത്യസഫായി നിൽക്കുന്ന ലോകമുണ്ടല്ലോ, അവിടെ തലകളിലേക്ക് മണ്ണ് വാരിയിട്ടുകൊണ്ട് കബറിന്റെ കത്തിലൊന്ന് എഴുന്നേറ്റ് വരുമ്പോ എന്റെ അഞ്ചാലും ഓടിയിരിക്കുന്ന ചെറുപ്പക്കാരാ, ജീവിതത്തിൽ നീ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതാരെയാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏറ്റവും അധികം നീ ഇഷ്ടപ്പെടുന്നതാരെയാണ്? സിനിമാ നടന്മാരെയാണോ, സീരിയൽ നടികളാണോ? അവരുടെ കൂടെ പരലോകത്ത് അള്ളാഹു നിന്നെ കൊണ്ടുവരുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടതാരെയാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടുപോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ അൽഹംദുലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നമുക്ക് നിൽക്കാം. അതിനല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനുവേണ്ടിയാണല്ലോ ഹംസ റളിയല്ലാഹു അൻഹു, അതിനുവേണ്ടിയാണല്ലോ അലി റളിയല്ലാഹു അൻഹു, അതിനുവേണ്ടിയാണല്ലോ ഖുബൈബ് റളിയല്ലാഹു അൻഹു, അതിനുവേണ്ടിയാണല്ലോ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അതിനുവേണ്ടിയാണല്ലോ ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഇവരെല്ലാം അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സകലരും സമർപ്പിച്ചു പോയത്. അതിനുവേണ്ടിയാണല്ലോ. എന്തിനേറെ പരലോകത്തെ കാര്യം പോട്ടെ, നബി തങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടവർ ദുനിയാവിൽ തന്നെ നബി തങ്ങളുടെ കൂടെയല്ലോ. മദീനത്ത് ചെന്നാ കാണാ, ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിലേക്ക് നോക്കി സലാം പറഞ്ഞാൽ പിന്നെ അടുത്ത ആരോടാണ് സലാം പറയുന്നത്? രണ്ടാമത്തെ സലാം കോടിക്കണക്കാറ് വിശ്വാസികൾ ആരോടാ പറയുന്നത്? അസ്സലാമു അലൈക യാ അബാ ബക്കർ. ഹിജ്റയുടെ വേളയിൽ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? ആ വലിയ പർവ്വതം ഇങ്ങനെ കയറി പോകുമ്പോൾ, വലിയ മല ഇങ്ങനെ കയറി പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ, നിങ്ങളെ ഞാൻ എന്റെ കയ്യിൽ എടുത്തുകൊണ്ട് നടക്കാം. നബിയേ, അന്നലുറു ഇലാ വജ്ഹിക വൽ ജുലൂസു മഅക വഇൻഫാഖു അലീ ലദൈക യാ റസൂലല്ലാഹ്. അബൂബക്കറിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യമേതെന്നറിയോ? പെണ്ണുകൾ ഇഷ്ടപ്പെടുന്നവരെ, പെണ്ണുകൾ ഇഷ്ടപ്പെടുന്നവരെ, മൊബൈലിലൂടെ ബ്ലൂഫിലിമ കാണാൻ കൊതിക്കുന്നവര്, കാവിരാസറയത്തോടും കാമുകിമാരോട്, കാമുകന്മാരോട് സ്വറപറന്ന രസം കൊള്ളുന്ന പ്രിയപ്പെട്ട ഇവറ്റമോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ചാരത്തോ മദീനത്ത് കിടന്നിറങ്ങുന്നത് എന്തുകൊണ്ടെന്നറിയോ? നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യമാണ്. അതിലൊന്നേറാ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കലാണ്. എത്രയോ പേരുന്ന പൊന്നാര നബി തങ്ങളുടെ റൗളയിലേക്ക് നോക്കിയിട്ട് പോലെ കണ്ണുകളക്കാറ് നോക്കുമ്പോ അവിടുത്തെ ഭരണാധിപന്മാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സെക്യൂരിറ്റികൾ വന്ന് പിടിച്ചു മാറ്റുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, നബിയോ, ഇവിടന്ന് പോകാൻ തോന്നുന്നില്ല നബിയോ, ഇവിടെ മദീനത്തിനൊന്ന് പോകാൻ തോന്നുന്നില്ല നബിയോ, അല്ലാഹു അലങ്കരിച്ചിരിക്കുന്ന
റൗള, മാലാഖമാർ നിറഞ്ഞിരിക്കുന്ന റൗള, റൗള ശരീഫിന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല നബിയോ എന്ന് പറയുന്ന പ്രവാചക പ്രേമ മദീനത്ത് കുത്തിയൊഴുകുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമോ, അള്ളാന്റെ കോടതിയില് മുത്തുനബി തങ്ങളുടെ കൂടെ വരണമെങ്കിലോ ജീവിതത്തിൽ ആരെക്കാളും ഏറ്റവും പൊന്നാര നബി തങ്ങളെ ഇഷ്ടപ്പെടണോ, അതിന് അല്ലാഹു ഭാഗ്യം തരട്ടോ. 3 കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നബിയെ. 1, അങ്ങയുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കലാണ്. 2, ജുലൂസ് മാസ, അങ്ങയുടെ കൂടെ ഇരിക്കലാണ്. അങ്ങയുടെ കൂടെ ഇരിക്കലാണ്, എപ്പോഴും അങ്ങയുടെ കൂടെ ഇരിക്കലാണ്. 3, അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു നബിയെ, നിങ്ങൾ പറയുന്ന ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കലാണ്. നിങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കലെന്നല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കലാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് വരട്ടെ. ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നാളെ ഈ ദുനിയാവിൽ തന്നെ നബി തങ്ങളുടെ കൂടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കിടന്നിറങ്ങുന്നതെങ്കിൽ പരലോകത്ത് പിന്നെ പറയാനുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, നിന്റെ ഹൃദയം ഇളക്കി നിന്റെ കൈവെള്ളയിലേക്ക് വെക്കുക. എന്നിട്ട് ഏറ്റവും അധികം നീ ഇഷ്ടപ്പെടുന്ന ആളിന്റെ ചിത്രം അതിനകത്ത് കാണുമല്ലോ. ഏറ്റവും അധികം നീ ഇഷ്ടപ്പെടുന്ന ആളിന്റെ ചിത്രം അതിനകത്ത് കാണുക. ചിലപ്പോൾ അടുത്തു താമസിക്കുന്ന സഹോദരിയായിരിക്കാം, ചിലപ്പോ സിനിമാ നടന്മാരായിരിക്കാം, ചിലപ്പോ രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കാം, ചിലപ്പോ സച്ചിൻ ടെണ്ടുൽക്കറോ ഗാംഗുലിയോ, അല്ലെങ്കിൽ പിന്നെ മനീഷ ഗൊയ്യാളയോ ചാളയോ, അതല്ലെങ്കിൽ പിന്നെ സാനിയ മിർസയോ മർസയോ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. കല്യാണം കഴിയുന്നത് വരെ സ്നേഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മിർസയോടുള്ള സ്നേഹം മിക്കവാറും കുറഞ്ഞാണ്. ഒരു സഹോദരൻ പറഞ്ഞതാ, ഏതായാലും കാവ്യാമാധവന്റെ കഴിഞ്ഞു, ഇനി ഭാവന ഇവിടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനമായതിനാണ്. അവനാണ് ടെൻഷൻ മൊത്തം അവർക്ക്. അപ്പൊ ഇങ്ങനെ 100 കണക്കിന് ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്ന ചെറുതും വലുതുമായ രൂപങ്ങളുടെ ഫോട്ടോ ചിത്രങ്ങൾ നമ്മുടെ മനസ്സകത്ത് നിറഞ്ഞിരിക്കുകയാണ്. അതെല്ലാം നമുക്കെടുത്ത് മാറ്റിയേ പറ്റും. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അതെല്ലാം എടുത്ത് മാറ്റിവെച്ചിട്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, കോടിക്കണക്കാറ് സ്വലാത്ത് ചൊല്ലിയിട്ട് നിബിധങ്ങളുടെ പേരായിരിക്കണം നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ വിരിഞ്ഞിരിക്കേണ്ടത്. അതിന് നാഥൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു നിയമിച്ച പ്രവാചകന്റെ അടുത്ത് ഉദാഹരണം കണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിനകത്ത് എത്ര സ്ഥലത്താണ് അല്ലാഹുവിന്റെ കൂടെ അവന്റെ ഹബീബിനെ ചേർത്ത് പറഞ്ഞത്? അല്ലാഹുവിനെ നിങ്ങൾ വഴിപ്പെടുക, അവന്റെ റസൂലിനെ നിങ്ങൾ വഴിപ്പെടുക. തീർന്നിട്ടില്ല. ഇങ്ങനെ എപ്രായത്തുവാണ് ആമിനൂ ബില്ലാഹി വറസൂലി. അവിടെയും അല്ലാഹുവിന്റെ കൂടെ റസൂലിനെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം പോരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറഞ്ഞതാണ്, നബിയോ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കു, നബിയോ ഹജ്ജിന് പോകുന്നവരോട് പറഞ്ഞു കൊടുക്കു, നബിയോ നിസ്കരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഇഷ്ടം വേണമോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തം വേണമോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രീതി വേണമോ? നിങ്ങൾ എന്നെ പിൻപറ്റുവാന്ന് പറഞ്ഞു കൊടുക്കുന്നതിയോ? നിങ്ങളെ പിൻപറ്റിയവർക്കല്ലാതെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ, നിങ്ങളുടെ ചെവിയിലേക്ക് നടന്നു വരുന്നവർക്കല്ലാതെ എന്റെ സ്നേഹമില്ല നബിയോ എന്നെ പടച്ചുറപ്പ് വ്യക്തമാക്കി കൊടുക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിലൂടെ അല്ലാഹുവിന്റെ റസൂലിലൂടെ പടച്ചുറപ്പിലെത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ.
എത്രയോ പേരാന്നറിയോ? ഇപ്പോ ഈ അടുത്തൊരു സഹോദരൻ ഉംറയ്ക്ക് വേണ്ടി പോകാൻ 25 ദിവസത്തെ യാത്രയ്ക്ക് പൈസ കൊടുക്കാൻ ഒരു ഹജ്ജ് ഗ്രൂപ്പിന്റെ അടുത്ത് വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു 7 ദിവസം മദീനയിലും ബാക്കിയുള്ള ദിവസം മക്കയിലുമാണ്. ഉടനെ ആ സഹോദരൻ പറയാൻ, മദീനയിൽ എന്തിനാ? ഉംറയ്ക്ക് പോകുന്നവർ മക്കയെ പോയിട്ട് വരും. എന്നെ നിങ്ങൾ മദീനയെ കൊണ്ടുപോകാനാണെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ വരുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എത്ര കണ്ടാൽ കുതിരയിലും മദീനയുടെ ഭാഗത്ത് സൗണ്ട് കൂട്ടി ഒരു ഹാൻ പോലും വാഹനം ഉപയോഗിക്കുകയില്ല. കാരണം എന്തെന്നറിയോ? നിബിതങ്ങളോടുള്ള ആദരവ്. മദീനയുടെ മിനാരത്തിന്റെ 1 ഇഞ്ച് മുകളിൽ പോലും ഒരു കെട്ടിടവും ഉയർന്നു നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം നിബിതങ്ങളോടുള്ള ആദരവ്. ഹജ്ജിന് പോയ അല്ലാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന മുഖ്ലിസീങ്ങളോട് നിങ്ങൾ ചോദിച്ചാൽ ഏറ്റവും അധികം അനുരാഗവും ഏറ്റവും അധികം കണ്ണീരും ഏറ്റവും അധികം ഉറക്കമുളച്ചിലും അവർക്ക് നേരിടേണ്ടി വരുന്നത് മദീനത്തായിരിക്കും. ഉറപ്പാണ്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, എത്രയോ ജനങ്ങളുണ്ടെന്നറിയോ? 1.5-2 ലക്ഷം രൂപ മുടക്കി ഹജ്ജിന് പോയിട്ട് മക്കയിൽ പോയി മാത്രമല്ല കർമ്മങ്ങളും നിർവഹിച്ചിട്ട് വിരിച്ച് നാട്ടിൽ വന്നുകൊണ്ട് ഹാജിമാർക്ക് സ്വീകരണം കൊടുക്കുമ്പോൾ ആവേശത്തോടെ പറയുകയാണ്, നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. മദീനയിൽ പോയില്ല, അതുകൊണ്ട് മദീനയിൽ പോകാത്തത് കൊണ്ട് വലിയ സന്തോഷത്തിലാണെന്ന് പറയുമ്പോൾ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറയും നമ്മുടെ മക്കളെയും അത്തരം വിവാഹങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഈ സരസിൽ വന്നവർക്ക് റൂഹ് പിരിയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന് മുന്നിൽ പോയി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ, അഞ്ചാരം മൂടുന്ന ചുമടുരാങ്ങിൽ നിന്ന് കൊല്ലൂറുകളിൽ നിന്നും കേരളപുരത്തു നിന്നല്ലെങ്കിൽ ഇതിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വന്ന ഒരു പാവപ്പെട്ടവനാണ് നബിയേ. മീൻകച്ചവടമാണ്, ടാപ്പിംഗാണ്, ലോഡിംഗാണ്, സാമ്പത്തികമൊന്നുമില്ല റസൂലേ. എങ്കിലും അങ്ങയുടെ പവിത്രമായ ഈ മണ്ണിരുന്ന് വരണമെന്നുള്ള ഗുരുവിൽ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് വന്നതാണെന്നൊരു സലാം അങ്ങോട്ട് പറഞ്ഞാൽ കോടി കവികൾ ചെന്ന് സലാം പറയുമ്പോ മടക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെ നമ്മുടെ ഹബീബ് നമ്മുടെ സലാം മടക്കാൻ ഇവിടെ കാത്തിരിക്കുമ്പോൾ മക്കയിൽ പോയിട്ട് ലളിതങ്ങളോട് പിണക്കം നടിച്ചിട്ട് തിരിച്ചു വരുന്നവരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് രവിതങ്ങളുടെ കൂടെ സുഖത്തിൽ കിടക്കണ്ടോ? ഇത്രമാത്രം രവിതങ്ങളെ വെറുത്തു പോകാനാ രവിതങ്ങൾ നമ്മളോടെന്ത് തെറ്റാ ചെയ്തതോ? ഇത്രത്തോളം അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പച്ചമലയാള ഭാഷയിൽ ഒരു കാഫിർ പോലും പറയാത്ത രീതിയിൽ രവിതങ്ങളെ കുറിച്ച് പറയാം. ഈ സമുദായത്തോട് അല്ലാഹുവിന്റെ ഹബീബ് എന്ത് തെറ്റാ ചെയ്തത്? സമയത്ത് അവസാനം വേദനയുടെ മൂർധന്യത ഉൾക്കൊള്ളുന്ന രവിതങ്ങൾ ഈ സമുദായത്തിന്റെ മുഴുവൻ റൂഹുന്ന വേദന എനിക്ക് തന്നരോ, അവരെ വേദനിപ്പിക്കല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കറഞ്ഞു പോരെങ്കിൽ അതിന് പകരമൊരു സ്നേഹസമ്മാനമായിട്ട് കൊടുക്കാൻ എന്റെ പ്രിയമുള്ളവരെ, നൗസാറുവാക്കൾ 100 കൊല്ലം ജീവിച്ചുവല്ലോ. ഒരു സമയം പോലും പാലാക്കാതെ രവിതങ്ങളുടെ മധു പറഞ്ഞാലും പാടിയാലും വീഴുമോ? അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാതെ ആയുസ് മാത്രമേ നമുക്കുള്ളൂ. ആര് വെറുക്കട്ടോ, ആര് വെറുക്കട്ടോ, ആര് കുറ്റം പറയട്ടോ, ആരാധിക്കട്ടോ, ആര് കളിയാക്കട്ടോ, എന്ത് ആചാരങ്ങൾ കേൾക്കട്ടോ, നിന്റെ മനസ്സിന്റെ മണിയറയിലോ ലോകത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന വിധങ്ങൾ പഠിപ്പിച്ചു വെച്ചുകൊണ്ടോ ആ വിധങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ വേറൊന്നും നീ നോക്കണ്ട. പരലോകത്ത് സമ്മേളിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പെരുമാറാകട്ടെ. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന് സ്നേഹമുണ്ടെങ്കിൽ കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. എന്താണെന്നറിയോ? മനോഹരമായ സംഭവം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരു വെല്ലുവിളി നടത്തി. ഒരു
ഒരിക്കൽ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹുവിനോട് മുസൈലിമത്തുൽ കദ്ദാബ് വന്നിട്ട് പറഞ്ഞു, മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകനാണ്. മുസൈലിമത്തുൽ കദ്ദാബ് വന്നിട്ട് പറഞ്ഞു, അല്ലയോ അബൂ മുസ്ലിം അൽ ഖൗലാൻ, തക്ഫുറു ബി മുഹമ്മദിൻ വ തുഅ്മിനു ബി, എന്നെ കൊണ്ട് വിശ്വസിക്കണം എന്നിട്ട് മുഹമ്മദിനെ കൊണ്ട് അവിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ്, എന്റെ ഹബീബിനെ കൊണ്ട് അവിശ്വസിക്കുന്നതിന്റെ ഒരു അളവ് പോലും എന്റെ മനസ്സിന്റെ കത്ത് മരിക്കുന്നത് വരെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിന്നിൽ ഞാൻ വിശ്വസിക്കുമെന്ന ധാരണ നിനക്ക് വന്നെന്ന് പറയുമ്പോ അബൂ മുസ്ലിം അൽ ഖൗലാനിയെ രണ്ട് കൈകാലുകളും കെട്ടിയിട്ടുകൊണ്ട് വലിച്ചടച്ചുകൊണ്ട് വന്നിട്ട് മുസൈലിമത്തുൽ കദ്ദാബ് പറയുന്നതോ എന്നെ വലിയ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്, ഈ കുണ്ടാരമുണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്. അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ അതേപോലെ വലിയൊരു തീ കുണ്ടാരമുണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞു. തീയെല്ലാം കത്തിയണഞ്ഞപ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത്? അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു തആല കത്തിപ്പടർന്നുകൊണ്ടിരുന്ന ഈ കുണ്ടാരത്തിനകത്ത് യറാ വഹുവ യുസല്ലി, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്ന എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം കേട്ടോ എല്ലാം മറന്നുകൊണ്ട് പടപെടുന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു കത്തിപ്പടരുന്ന തീക്കുണ്ടാരത്തിനകത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. ഈ സംഭവം അറിഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്ത് കിടന്ന് നെട്ടോട്ട് പോയി പൊട്ടിക്കരയുന്ന കാരണമെന്തെന്നറിയോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ അംബിയാ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ അംബിയാ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സൂറത്ത് അംബിയായിൽ പറയുന്നുണ്ട്, യാ നാറു കുനി ബർദൻ സലാമൻ അലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദ് ഈ കുണ്ടാരത്തിനകത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുത്തുകൊണ്ട് ഈ കുണ്ടാരം സഹായിയായി മാറിയില്ലോ. ഇത് അല്ലാഹു കൊടുത്ത സഹായമല്ലേ? ഇതറിഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തോട് ഇട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, എന്റെ ഹബീബിനെയാണ് പടച്ചവനെ എല്ലാ പ്രവാചകന്മാരെക്കാളും നിനക്ക് ഏറ്റവും അധികം ഇഷ്ടമെങ്കിൽ എന്റെ ഹബീബിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ അല്ലാഹുമ്മ ലാ തുംതിനി, അല്ലാഹു നീ മരിപ്പിക്കല്ലേ പടച്ചവനെ. ഉമർ റളിയല്ലാഹു അൻഹു ദുആ അല്ലാഹു നീ മരിപ്പിക്കല്ലേ പടച്ചവനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സംഭവിച്ച ആ ഒരു ജനന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾക്ക് നീ കൊടുക്കുന്നത് കാണുന്നത് വരെ അറിയുന്നത് വരെ എന്നെ മരിപ്പിക്കല്ലേ അല്ലാ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു സംഭവം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടാകുന്നത് വരെ എന്നെ മരിപ്പിക്കരുത്. മുഹമ്മദ് മൻ ഫഅല ബിഹി കമാ ഫഅല ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ദുആരെന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സംഭവം അറിഞ്ഞപ്പോൾ മദീനത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലങ്കാരം ഏർപ്പെടുത്തുകയാണ്. ആർക്ക്? ഈ കുണ്ടാരത്തിനകത്ത് പ്രവാചക പ്രേമം കൊണ്ട് രക്ഷപ്പെട്ടു പോരാ അബൂ മുസ്ലിം അൽ ഖൗലാനിയെ സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ രണ്ട് കൈയ്യങ്ങോട്ട് പിടിച്ചു കാണിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു സന്തോഷത്തോടെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല സ്വീകരണം